അവൾ അച്ഛൻ റിട്ടയർഡ് ആവാൻ പോവാണ് എന്ന് പറയുന്നു. ഇത് കേട്ട അവൻ നിനക്കതിന് താല്പര്യമില്ലെന്ന് നിന്റെ അച്ഛനോട് തുറന്നു പറയ്, അവർക്കത് മനസ്സിലാവും എന്ന് പറയുന്നു. എന്നാൽ അവൾ അതിന് തയ്യാറാവില്ല. നീ ധൈര്യശാലിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ നിനക്കെല്ലാം പേടിയാണ് എന്നവൻ പറയുന്നത് കേട്ട് അവൾക്ക് ദേഷ്യം വരുന്നു. അവൾ അവനോട് കുറെ പൊട്ടിത്തെറിച്ച് അവിടുന്ന് പോകുന്നു. അടുത്ത ദിവസം ബേണി ഒരു പാർട്ടി നടത്തുന്നു. ഞാൻ റിട്ടയർഡ് ആവാൻ പോവാണ്, ശേഷം എന്റെ മകളാണ് ഷോപ്പ് ഏറ്റെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ബേണി തനിക്ക് പാരമ്പര്യമായി കിട്ടിയ ബ്ലൂ ഫ്ലെയിം എംബറിന് കൊടുക്കാൻ നിൽക്കുന്നു. ഈ സമയം വെയ്ഡ് അങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് നമ്മൾ സെറ്റ് ആവാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, പക്ഷേ നമ്മൾ ഇമ്പോസിബിൾ ആയ ഒരു കാര്യം പോസിബിൾ ആക്കി, നമ്മൾ ടച്ച് ചെയ്തു എന്ന് പറയുന്നു. ബേണി സിൻഡറിനോട് ഇതാ ഫുഡ് ഇൻസ്പെക്ടർ ആണ് എന്ന് പറഞ്ഞിട്ട് അവനോട് നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, ശരിക്കും നീ ആരാണ് എന്ന് ചോദിക്കുന്നു. പൊട്ടിയ പൈപ്പിലൂടെ നിങ്ങളുടെ മകളുടെ ജീവിതത്തിലേക്ക് വന്ന ആളാണ് ഞാൻ എന്ന് അവനും പറയുന്നു. ഇത് കേട്ട് ബേണി അപ്പൊ നീയാണോ എന്റെ പൈപ്പ് പൊട്ടിച്ചത് എന്ന് ചോദിക്കുന്നു. ഞാനല്ല, എംബർ ആണ് എന്ന് വെയ്ഡും പറയുന്നു. അവൻ അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് അവന് തന്റെ അബദ്ധം മനസ്സിലായത്. ശേഷം വെയ്ഡ് അവളോട് തന്റെ ഇഷ്ടം തുറന്നു പറയുന്നു. എന്നാൽ എംബർ അത് റിജക്ട് ചെയ്യുന്നു. അപ്പൊ സിൻഡർ എംബർ പറഞ്ഞത് കള്ളമാണ്, ഇവരുടേത് ട്രൂ ലവ് ആണ് എന്ന് പറയുന്നു. പക്ഷെ എംബർ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവനോട് അവിടുന്ന് പോവാൻ പറയുന്നു. ഈ സമയം അപ്പുറത്ത് കനാലിന്റെ ഡോറ് പൊട്ടി വെള്ളം വരുന്നു. ഇവിടെ വെയ്ഡ് ആ ഗ്ലാസ് ബോൾ അവളുടെ മുന്നിൽ വെച്ചിട്ട് ഒന്നും മിണ്ടാതെ അവിടുന്ന് പോകുന്നു. ബേണി അവളോട് നീയാണല്ലേ പൈപ്പ് പൊട്ടിച്ചത് എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്റെ കട ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു യോഗ്യതയുമില്ല, നീ എന്റെ വിശ്വാസമാണ് തകർത്തത് എന്നൊക്കെ ചൂടായി പറഞ്ഞ് അവിടുന്ന് പോകുന്നു. എംബറാകട്ടെ തന്റെ ബൈക്കും എടുത്ത് അവിടുന്ന് പോകുന്നു. ഇപ്പൊ അവൾ ഒറ്റയ്ക്ക് സങ്കടപ്പെട്ടിരിക്കുന്നത് കാണിക്കുന്നു. അപ്പൊ കനാലിന്റെ ഡോർ പൂർണ്ണമായും പൊട്ടി വെള്ളം വരുന്നത് അവൾ കാണുന്നു. അവൾ വേഗം ഫയർ ടൗണിലേക്ക് പോകുന്നു. വെയ്ഡ് ബ്രേക്കപ്പ് ആയതുകൊണ്ട് തന്നെ അവന്റെ ഫാമിലി അവന്റെ മൈൻഡ് ഒന്ന് ഓക്കെ ആവാൻ വേണ്ടി ട്രിപ്പിന് പറഞ്ഞയക്കുന്നു. പെട്ടെന്ന് അവൻ കനാല് പൊട്ടിയത് കാണുന്നു. എംബർ ഇപ്പോ ഫയർ ടൗണിൽ എത്തുന്നു. വെള്ളം അവിടെയുള്ള ബിൽഡിംഗ്സ് ഒക്കെ തകർത്ത് എംബറിന്റെ വീടിന് നേർക്ക് വരുന്നു. ഈ സമയം ബേണിയും സിൻഡറും മുറ്റം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എംബർ അവിടെയുള്ളവരോടൊക്കെ മുകളിലേക്ക് കയറി രക്ഷപ്പെടാൻ പറയുന്നു. ശേഷം അവൾ ഉച്ചത്തിൽ അമ്മയെ വിളിച്ച് അവിടുന്ന് മാറാൻ പറയുന്നു. പക്ഷെ അപ്പയേക്കും വെള്ളം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എംബർ തന്റെ ബൈക്ക് അവിടെ ഇട്ട് ഒരു വലിയ വണ്ടിയുടെ മുകളിൽ കയറി നിൽക്കുന്നു. ബേണിയും സിൻഡറും നിന്നിരുന്ന ആ തറയടക്കം പൊട്ടി ഒലിച്ചു പോകുന്നു. എന്നാൽ അവർക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബേണി ആ ബ്ലൂ ഫ്ലെയിം എടുക്കാനായി പോവാൻ നിന്നതും സിൻഡർ അത് തടയുന്നു. ഇത് കണ്ട് എംബർ അതെടുക്കാനായി പോകുന്നു.